നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ, കണ്ടന്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഭ്രമയുഗം ഇപ്പോൾ ഈ പേര് എല്ലാ രീതിയിലും വൈറലായി കഴിഞ്ഞു. കാരണം ഗംഭീര സിനിമ, പരീക്ഷണ ചിത്രം, അസാധാരണമായ വിജയം നേടിയ ചിത്രം, പരീക്ഷണ ചിത്രമായ ചിത്രം, അസാധാരണമായ വിജയം നേടിയ ചിത്രം. മമ്മൂട്ടി തകർത്തുവാരി. ഹരിശ്രീ അശോകൻ്റെ മകൻ, അതായത് ഹരിശ്രീ അശോകൻ്റെ മകൻ എന്ന് പറയുന്ന ആവശ്യം ഇനിയും അദ്ദേഹത്തിന് ഇല്ല. അർജുൻ അശോകൻ, പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ തുടങ്ങിയിട്ടുള്ളവർ താരതര ഗംഭീരമായി, ആകെ പ്രധാനപ്പെട്ട 3 താരങ്ങളിലുള്ളൂ. 3 പേരും തകർത്തു. ടെക്നിക്കൽ എല്ലാം ഗംഭീരമായി ഒത്തിണങ്ങി വന്ന ഗംഭീര സിനിമ. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഘടകം ഇനിയും വരാൻ പോകുന്ന ഈ 23-ാം തീയതി, ഫെബ്രുവരി 23-ാം തീയതി പല ഭാഷകളിലായിട്ട് ഇത് ഡബ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഭ്രമയുഗം ഇനിയും പല ഭാഷകളിൽ, ഇപ്പോൾ മലയാളം വേർഷനാണ് ഇപ്പം തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകയിലും എല്ലാം കാണുന്നത്. ഇനി തെലുങ്ക് പതിപ്പ് എന്തായാലും ഒരു നല്ല ഗംഭീര ഒരു വിതരണക്കാരാണ് അവർ. എന്തായാലും 23-ാം തീയതി, ഫെബ്രുവരി 23-ാം തീയതി അത് തെലുങ്ക് ഡബ്ഡ് വെർഷൻ റിലീസ് ചെയ്യുകയാണ്. കാരണം എല്ലായിടത്തും സ്വീകാര്യപ്പെടുന്നൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് എവിടെ ഇത് ഓടിക്കാം എന്നുള്ളതാണ്, എവിടെ അത് റിലീസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു അടുത്തടുത്ത ദിവസങ്ങളിലോ ചിലപ്പോൾ അന്ന് തന്നെ ചിലപ്പോൾ തമിഴോ ഹിന്ദിയോ കന്നഡയൊക്കെ കണ്ടേക്കാം. കാരണം നല്ല പ്രൊഡ്യൂസർമാരാണ്, വൈനോട്ട് എന്ന് പറയുന്ന പ്രൊഡ്യൂസർമാരാണ്. അല്ലെങ്കിൽ അവർ ബ്ലാക്ക് ആൻഡ് വൈറ്റിങ്ങിൻ്റെ ഒരു സിനിമ പരീക്ഷണത്തിന് ഒരു മുതിരത്തില്ല എന്തായാലും. അന്നേരം ഡബ്ഡ് വെർഷനും കൂടി വരുമ്പോഴത്തേന് ഇതിൻ്റെ ഒരു പക്ഷേ കളക്ഷൻ കൂടാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. കാരണം സ്വന്തം ഭാഷയിൽ അത് കേൾക്കുമ്പം അല്ലെങ്കിൽ കാണുമ്പോൾ കൂടുതൽ, ഇപ്പം നമ്മളാണെങ്കിൽ ഒരു ഇംഗ്ലീഷ് അല്ലെങ്കിൽ കന്നഡ പടം മലയാളത്തിൽ കാണാൻ ആഗ്രഹിക്കുമ്പോൾ കൂടുതൽ പേർക്കും, 90% പേർക്കും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കൂടുതൽ. അന്നേരം അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ കാന്താര ആ ഒരു ലെവൽ, അതിനെക്കാട്ടിൽ ലെവലിൽ മണ്ടയ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നു ഭ്രമയുഗം. ആൾക്കാർ എല്ലാ രാജ്യം പ്രദേശമൊന്നും ഒരു പ്രശ്നമില്ലാത്ത സിനിമയാണ് ഭ്രമയുഗം. കാരണം UK-യിലും US-ലും കാനഡയിലും യൂറോപ്പിലെല്ലാം ഗംഭീര കളക്ഷൻ നേടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനൊരു ഭാഷ ഒരു പ്രശ്നമല്ല. പിന്നെ സബ് ടൈറ്റിലും ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ഇതായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരുപക്ഷെ കളക്ഷൻ എന്തായാലും 50 കോടി ക്ലബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബിൽ കയറിയാൽ തന്നെ ഈ സിനിമ ഒരു വലിയ വാണിജ്യപരമായ വിജയവും നേടും. അതോടൊപ്പം കലാപരമായി നമുക്കറിയാം ഗംഭീരമായി വിജയിച്ചു കഴിഞ്ഞ സിനിമയാണ്. തരം ഭ്രമയുഗം പോലൊരു സിനിമകൾ ഇനിയും വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സൈനിങ് ഓഫ്.